സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഹത് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ തികയുകയില്ല. എങ്കിലും അവരെ കുറിച്ച് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഗാന്ധിയിലാകുമ്പോൾ. ജീനച്ചനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ നല്ലൊരു അധ്യാപകനാണ്. എത്ര ചോദ്യം ചോദിച്ചാലും സൗമ്യതയോടെ അതിനെല്ലാം അച്ഛൻ ഉത്തരം നൽകും. അച്ഛൻ എപ്പോഴും ശാന്തതയോടും സൗമ്യതയോടും കൂടി പെരുമാറും. ഒരു വചന പ്രഘോഷകൻ എന്ന നിലയിൽ അച്ഛൻ വചനം പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ വൈദികൻ എന്ന നിലയിൽ അച്ഛൻ സുവിശേഷം ജീവിക്കാൻ പരിശ്രമിക്കുന്നു. തീർച്ചയായും അച്ഛൻ ഞങ്ങൾക്കൊരു മാതൃകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായി അച്ഛൻ ജീവിക്കുന്നു. ലോകത്തിന് മുമ്പിൽ ദരിദ്രനാകുന്നവൻ ദൈവസന്നിധി സമ്പന്നനാണ്. അച്ഛൻ്റെ ജന്മദിനത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളോടും ആശംസയോടും കൂടി എല്ലാ സഹോദരന്മാരോടും കൂടെ ചേർന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.